ലാൽ സലാം എമ്പുരാൻ്റെ 4-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വലിയ രീതിയിലുള്ള നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങളിൽ നിന്ന് ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുക എന്നുള്ള മോഹവുമായി എന്തായാലും കളക്ഷൻ കാര്യങ്ങളിലേക്ക് കടന്നു വരാം. ഇതുവരെ 1870ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന. ഈ നിമിഷം വരെ 4,30,000-ന് മുകളിലുള്ള ആളുകൾ സിനിമ കണ്ടു. 89% ഓക്യുപ്പൻസി, അതായത് ആദ്യ ദിനത്തേക്കാൾ കൂടുതലാണ് ഇതുവരെയുള്ള ഓക്യുപ്പൻസി കാണുമ്പോൾ. അതുപോലെ തന്നെ 483ഓളം ഹൗസ്ഫുൾ ഷോകളും 604ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും 1558ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം കേരളത്തിൽ വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെയൊക്കെ നേരെ ഡബിൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഫൈനലിൽ കാണാൻ കഴിയും. ഇതുവരെയുള്ള ആ ഒരു ട്രാക്ഡ് കളക്ഷൻസിൽ വന്നിരിക്കുന്നത് 7,17,00,000 രൂപയുടെ മുകളിലാണ്. അതായത് ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു 10 കോടിക്ക് മുകളിലായിരിക്കും. അതായത് പ്രീസെയിലും കാര്യങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇതുവരെ ഉള്ളത് 2,762ഓളം ഷോകളാണ്. 6,36,000 പേരാണ് ഓഡിയൻസ് ഇതുവരെ മൊത്തത്തിൽ ബുക്ക് ചെയ്തതായി കാണുന്നത്. 88.98% ഓക്യുപ്പൻസി, അതായത് 89% ഓക്യുപ്പൻസി, റെക്കോർഡ് എന്ന് തന്നെ പറയാം. അങ്ങനെ 672ഓളം ഹൗസ്ഫുള്ളും 935ഓളം ഓൾമോസ്റ്റ് ഫുള്ളും 2,326ഓളം ഫാസ്റ്റ് ഫില്ലിങ്ങുമാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. 10,50,000-ന് മുകളിലാണ് ട്രാക്ട് കളക്ഷൻസ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. അതായത് ഏറെക്കുറെ ഇന്ന് 12 കോടി തൊട്ട് 14 കോടിക്കിടയിൽ ഇന്നും കളക്ഷൻ വരുമെന്നുള്ളതാണ്. ഇതൊരു സർവ്വകാല ചരിത്ര റെക്കോർഡ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു റെക്കോർഡ് തീർക്കാൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ മോഹൻലാലേ ഉള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരും. ആദ്യ ദിനം 14 കോടി നേടിയ സിനിമ 4-ാം ദിവസവും 12 കോടിക്ക് മുകളിൽ നേടുക എന്ന് പറഞ്ഞാൽ, അതും കേരളത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. ഇതുവരെ 10,918ഓളം ഷോകളാണ് വന്നിരിക്കുന്നത്. 21 ലക്ഷത്തോളം 22 ലക്ഷത്തിലേക്ക് എത്തുന്നു ആളുകൾ. 78% ഒക്യുപ്പൻസിയിൽ ആണ് കാര്യങ്ങൾ ഓടുന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നു ഇതുവരെ വന്നിരിക്കുന്നത് 37 കോടിയോളം എന്ന്. അതായത് ഇന്നത്തെ ദിവസത്തോടെ 45 കോടിക്ക് മുകളിലായിരിക്കും കേരള കളക്ഷൻ മാത്രമായി വരാൻ പോകുന്നത്. ഇതിനോടകം തന്നെ 2 ദിവസം കൊണ്ട് 100 കോടിക്ക് മുകളിൽ കയറിയ ചിത്രം 4 ദിവസം കൊണ്ട് 137-140 കോടി റേഞ്ചിലേക്ക് എത്തുമെന്ന് തന്നെ പറയാം. ഒരുപക്ഷെ 150 കോടിയിലേക്ക് കയറിയാലും ഞെട്ടാനില്ല എന്ന് തന്നെ പറയാം. ഇതിനിടയിൽ ഒരു പറ്റം റെക്കോർഡുകൾ തൂത്തെറിഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പുതിയ റെക്കോർഡുകൾ ഇല്ലാത്ത റെക്കോർഡുകൾ തന്നെ പുതിയതായി വരുന്ന രീതിയിലാണ് എമ്പുരാൻ്റെ പോക്ക്. ഹയസ്റ്റ് ഫസ്റ്റ് ഡേ തെലുങ്ക് വെർഷൻ, കൺസിസ്റ്റൻറ്റ് ഗ്രോസ് ആണ് തമിഴ് വെർഷനിൽ, ഹയസ്റ്റ് നമ്പർ ഓഫ് ഷോസ് ഇൻ ഹിന്ദി വെർഷൻ വരുന്നു, ഹയസ്റ്റ് ഓക്യുപ്പൻസി ഇൻ കന്നഡ ആണ് വരുന്നത്, കറണ്ട് ലീഡിങ് ഗ്രോസ് ഇൻ തെലുങ്ക് എന്നുള്ള ലെവലിൽ വരുന്നു. എന്താണേലും ഒരു രക്ഷയുമില്ലാത്ത കളക്ഷനാണ്. സിനിമയ്ക്ക് അമ്മാതിരി കൊടൂരമായിട്ടുള്ള ഒരു തോക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. തമിഴിലെ അതായത് 1 കോടിയോളം വരും എന്നുള്ളതാണ് ഇന്നത്തെ കളക്ഷനുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു വമ്പൻ സംഭവമായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ അരങ്ങേറുന്നത്. അതായത് വരുന്ന ദിവസങ്ങളിൽ നാളെ കൊണ്ട് സിനിമ 150 തൊട്ട് 170 കോടി എന്നുള്ള ഒരു മാർജിനിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മണിക്കൂറിൽ 25,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു. അത് തന്നെയാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടും അത് സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നത് തന്നെയാണ് കാണുന്നത്. ഒരു പക്ഷേ പലരും ചോദിക്കുന്നു, ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് സിനിമയ്ക്ക് ഗുണം ചെയ്യാനാണോ? അതിനെക്കുറിച്ച് നമുക്കറിയില്ല എന്നാണ് ഉത്തരം. എന്താണേലും UK മലയാളീസ് ഞെട്ടിച്ചിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് UK-യിൽ നിന്ന് മാത്രം സിനിമ നേടിയത് മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കളക്ഷനാണ്. അതായത് 13.51 കോടി എന്നുള്ള, അതായത് ലിയോയെയൊക്കെ ഓടിച്ച് വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ കണക്കുകളിലേക്ക് പറയാം. ലിയോ, ജവാൻ, പത്താൻ, പുഷ്പ 2 ഇതൊക്കെ കാറ്റിൽ പറക്കുന്ന മലയാളിയുടെ ശക്തി, മോഹൻലാൽ എന്ന ബ്രാൻഡ് വാല്യൂവിൻ്റെ ശക്തി, മോഹൻലാൽ ഫാൻസിൻ്റെ ശക്തി എന്ന് പറയില്ല. കാരണം ഇത് സാധാരണ ജനങ്ങൾ എല്ലാവരും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടേതാണ്. മോഹൻലാൽ ഫാൻസ് മാത്രം വിചാരിച്ചാൽ ഇതൊന്നും ആവില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് സാധാരണ ജനങ്ങളിൽ എത്രത്തോളമാണ് ഈ മനുഷ്യൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം തന്നെയാണ്. UK-യിൽ ഒരു ഇന്ത്യൻ സിനിമയുടെ റെക്കോർഡാണ് തീർത്തിരിക്കുന്നത്. ലിയോയും ജവാനും പത്താനുമൊക്കെ മൂക്കും കുത്തി, പുഷ്പ 2 മൂക്കും കുത്തി വീണ ഒരു അവസ്ഥ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണേലും അതിഗംഭീരം എന്ന് തന്നെ പറയാൻ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്തണം. ലാൽ സലാം.